ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും കരുണ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 13 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യേശു വന്നു, അപ്പമെടുത്തു, അവർക്ക് കൊടുത്തു, മീനും അങ്ങനെ തന്നെ. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിനു ശേഷം ശിഷ്യന്മാർ മീൻ പിടിക്കാൻ കടലിൽ പോയി. ആ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും പിടിച്ചില്ല. അവർ വളരെ ക്ഷീണിതരായിരുന്നു. എന്നാൽ പുലർച്ചെ യേശു വന്നു, അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു, മീനും അങ്ങനെ തന്നെ. പാപത്തിൻ്റെ പരിണിതഫലമായി മനുഷ്യൻ ഈ ലോകത്തിൽ ക്ഷീണിതരും അവശരും ആശയറ്റവരുമാണ്. ഈ ലോകത്തിൽ അവർക്ക് സമാധാനം ലഭിക്കുവാൻ, ആശ്വാസമേകുവാൻ ആരുമില്ല. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മാനവരാശിക്ക് വേണ്ടി പ്രായശ്ചിത്തയാഗമായി തീർന്നു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമയും രക്ഷയും ലഭിക്കുന്നു. ഈ ലോകത്തിൽ പാപഭാരം ചുമന്ന് അവശരായ ജനകോടികൾക്ക് ആശ്വാസമേകുവാൻ ഒരുവനേയുള്ളൂ. അവൻ കർത്താവായ യേശുക്രിസ്തു. കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് ആശ്വാസം പ്രാപിച്ച് സമാധാനം പ്രാപിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ.